എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിരാദീപ്. കഴിഞ്ഞ വീഡിയോയിൽ അഗ്നിമാന്ദ്യം അഥവാ സ്ലോ മെറ്റാബോളിസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. വണ്ണം കൂടുന്നതിനുള്ള പ്രധാന കാരണം സ്ലോ മെറ്റാബോളിസമാണ്. അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്, അഷ്ടാംഗ ഹൃദയത്തിൽ ഇതിന് പറയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ സ്ലോ മെറ്റാബോളിസം അഥവാ വണ്ണം കൂടാതിരിക്കാനുള്ള ലഘു ആഹാരങ്ങൾ, വേഗം ദഹിക്കുന്നതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡയറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വണ്ണം കുറയ്ക്കാൻ രാവിലെ എന്തൊക്കെ നമുക്ക് നമ്മുടെ ദിനചര്യയിൽ ഭക്ഷണത്തിൽ ചേർക്കാം എന്ന് നോക്കാം. ഒരു സ്പൂൺ മല്ലി തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പിറ്റേന്ന് നമുക്ക് അരിച്ചു കുടിക്കാവുന്നതാണ്. ജീരകം, അയമോദകം ഇവ നമുക്ക് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. രാവിലെ ആ വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും അതിൽ തേനും ചേർത്ത് രാവിലെ കുടിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ്. ഇതിൽ തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ. എപ്പോഴും ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് കറുവപ്പട്ട, നേരത്തെ പറഞ്ഞ ജീരകം, അയമോദകം എല്ലാം ചേർത്ത് തിളപ്പിച്ച വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. ഉലുവ ഒരു സ്പൂൺ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആ വെള്ളം തിളപ്പിച്ചും കുടിക്കാവുന്നതാണ്. അടുത്തത്, രാവിലത്തെ ഭക്ഷണത്തിൽ എന്തൊക്കെ നമുക്ക് ചേർക്കാം, വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഗോതമ്പ് നുറുക്ക് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്യാവുന്നതാണ്. രാഗി ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാവുന്നതാണ്. രാഗി പുട്ട്, ഉപ്പുമാവ്, ഗോതമ്പ് നുറുക്ക്, ഉപ്പുമാവ് ഇവയൊക്കെ നല്ലതാണ്. ഇതൊക്കെ എളുപ്പത്തിൽ ദഹിക്കുന്നവയാണ്. രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചെറുപയർ വളരെ പോഷകവും എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ്. ചെറുപയറിന്റെ കഞ്ഞി, ചെറുപയറിന്റെ കറികളൊക്കെ നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. ലഘുവായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് കുടിക്കാവുന്നതാണ്. ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ ഇവ ചേർത്തിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് കഴിക്കാവുന്നതാണ്. ഉച്ചത്തെ ഭക്ഷണത്തിന്റെ കൂടെ ജീരകം അരച്ചു ചേർത്തിട്ടുള്ള മോര്, ഇതെല്ലാം ദഹനം മെച്ചപ്പെടുത്താനും ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണത്തിന് ശേഷവും ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. സ്നാക്സ് ആയിട്ട് നമുക്ക് വറുത്ത കടല കഴിക്കാവുന്നതാണ്. ചോറും എളുപ്പത്തിൽ ദഹിക്കുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് ചപ്പാത്തിയൊക്കെ കഴിക്കാവുന്നതാണ്. വൈകിട്ട് 7 മണിക്ക് മുന്നേ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കാണ് നമ്മുടെ ദഹനശക്തി കൂടുതലായിട്ടുള്ളത്. വൈകിട്ടാവുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച ശേഷം ദഹനശക്തി സ്ലോ ഡൗൺ ചെയ്യുന്നു. രാത്രി ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ഡൈജഷൻ ആണ്. ദഹനം നടക്കാതെ ടോക്സിൻസ് ഉണ്ടാവുന്നു, അൺഡൈജസ്റ്റഡ് ടോക്സിൻസ്. ഇത് കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അതുപോലെ തന്നെ വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, വായുകോപ്പ് ഉണ്ടാകുന്നു, നെഞ്ചിരിച്ചിലുണ്ടാകുന്നു. ഇവയെല്ലാം ഇതിന്റെ പ്രശ്നങ്ങളാണ്. രാത്രിയും നമുക്ക് സൂപ്പ് കുടിക്കാവുന്നതാണ്. ഇഞ്ചി, കുരുമുളക്, മഞ്ഞളൊക്കെ ഇട്ടുള്ള സൂപ്പ് കുടിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു സമയം, നിശ്ചിതമായ ഒരു സമയം വെക്കുക. നമ്മുടെ ശരീരത്തിനൊരു ഋതമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. മുതിരയും വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഈ മുതിരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 വീഡിയോയും വളരെ ഫലപ്രദമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ എക്സസൈസ് ചെയ്തിട്ടും ബെല്ലി ഫാറ്റ് കുറയാത്തവർക്കുള്ള വീഡിയോ ആണ്. എക്സസൈസ് ചെയ്തിട്ടും ബെല്ലി ഫാറ്റ് കുറയാത്തത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്തൊക്കെയാണ്, അതിന് കുടിക്കാവുന്ന പാനീയങ്ങൾ, എന്താണ് ബെല്ലി ഫാറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ കുറിച്ചാണ്. അതും വണ്ണം കുറയ്ക്കുന്നവർക്ക് ഫലപ്രദമാകും. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.